ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അലർജിയുള്ള ആളുകളായിരിക്കും, എന്നാൽ ശരീരത്തൊക്കെ പുഴു അരിച്ച പോലെ പെട്ടെന്ന് ഇങ്ങനെ തണുത്ത് പൊന്താറുണ്ട്. നല്ല പുകച്ചിൽ അനുഭവപ്പെടാം, ചൊറിച്ചിലൊക്കെ കൂടുതലായിട്ട് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? ഇതിൽ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിന്റെ അലർജിക് ടെൻഡൻസി തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്തിനോടാണ് അലർജി എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഉദാഹരണമായിട്ട് ഡസ്റ്റ് ആണോ, അല്ലെങ്കിൽ ചില മരുന്നുകൾക്ക് പോലും ഇങ്ങനെ ആളുകൾക്ക് തണുത്ത് പൊന്താറുണ്ട്. ചില ആൾക്ക് ഇത് പെട്ടെന്ന് തന്നെ വന്ന് പോകും, എന്നാൽ ചില ആൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് തണുത്ത വെള്ളം കൂടി നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ കോൾഡ് കംപ്രസ് എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിൽ മുക്കിയൊരു തുണി ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചൂടും പുകച്ചിലൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കരമായിട്ട് ചൂടിന് എക്സ്പോസ് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ നെർവ്സ് ഒക്കെ ഒന്ന് കാമാക്കേണ്ട അത്യാവശ്യമാണ്, നമ്മുടെ ശരീരം തന്നെ ഒന്ന് തണുപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടിന് എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത്. ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാച്ച് പോലെയുള്ള ആഭരണങ്ങളാണെങ്കിൽ പോലും ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, അവിടെ ഇങ്ങനെ വീർത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ ഇതിനുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുള്ളത്. ചില ആൾക്ക് വന്നു പോകാറുണ്ട്, എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. കുടലിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ആദ്യം നിങ്ങൾ ശരിയാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണിന്റെ അടിയിൽ കൂടുതലായിട്ട് നീര് വരിക, അതുപോലെ ചുണ്ട് നാക്കൊക്കെ കൂടുതലായിട്ട് വീർത്ത് വരിക, അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അനാഫൈലാക്സിസ് അല്ലെങ്കിൽ ആൻജിയോഡിമ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇമീഡിയറ്റ് ആയിട്ട് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഇങ്ങനെ റിക്കറൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ ശരീരത്തിൽ പുഴു അരിച്ച പോലെ തണുത്ത് പൊന്തി വരാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.